അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഖത്തറിലെ ദോഹയിൽ നിന്ന് അൻവർ പാലേരി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അൻവർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ ഖത്തറിൽ നിന്ന് തിരിച്ച ആളുകളാണല്ലോ അപകടത്തിൽപ്പെട്ടത്. എന്തായിരുന്നു ഈ സംഭവം? എസ് കെ എൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഖത്തറിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം മുഴുവൻ ഒന്നടങ്കം വളരെ ദുഃഖത്തിലായ ഒരു ദിവസമാണ്. പെരുന്നാൾ അവധി കഴിഞ്ഞ് ഇന്ന് ഓഫീസുകളെല്ലാം തുറന്നു പ്രവർത്തിച്ചു. ഇവരൊക്കെ ഈ ബലിപെരുന്നാൾ അവധി പ്രമാണിച്ച് 5 ദിവസം അവധി കിട്ടിയിരുന്നു. വീക്കെൻഡും എല്ലാം ഉൾപ്പെടെ കുറച്ച് ദിവസം ആ ഒരു അവധി ആഘോഷിക്കാനായി പോയ ആളുകളാണ്. ഇന്ന് ദോഹയിൽ തിരിച്ചെത്തി ജോലിയിൽ ചേരാം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് പലരും പോയത്. ദൗർഭാഗ്യവശാൽ വളരെ ദുഃഖകരമായ വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത്. തീർച്ചയായും കെനിയയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ ആളുകളുമായി ബന്ധപ്പെടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് പല മലയാളി അസോസിയേഷനുകളും സംഘടനകളും സന്നദ്ധ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി മുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്കറിയാമായിരുന്നു. പക്ഷേ ആരൊക്കെയാണ് ആശുപത്രികളിൽ ഉള്ളത്, ആരൊക്കെയാണ് മരിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. 6 പേർ മരിച്ചു എന്നുള്ള ഉള്ള വിവരം മാത്രമാണ് നമുക്ക് തുടക്കത്തിൽ ലഭിച്ചത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവം. ഈ പറഞ്ഞതുപോലെ 6 ഇന്ത്യക്കാർ അപകടത്തിൽ മരിച്ചു. അതിൽ 5 പേരും മലയാളികളാണ്. 2 കുട്ടികൾ അപകടത്തിൽപ്പെട്ടു. ഇതിന്റെ ഒരു നടുക്കത്തിൽ തന്നെയാണ് ഇന്നലെ ഒരു റിസോർട്ടിൽ താമസിക്കാൻ നുക്രുവിൽ നിന്ന് നാഹിയരൂരിലെ ഒരു റിസോർട്ടിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. ഇന്നലെ റിസോർട്ടിൽ തങ്ങി മറ്റ് കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലായിരുന്നു ഇവർ എന്നാണ് അറിഞ്ഞത്. ഖത്തറിലെ ഒരു സ്വകാര്യ ടൂർ ഓപ്പറേറ്ററാണ് ഇവരെ കൊണ്ടുപോയത്. സാധാരണഗതിയിൽ ജോർജിയയിലേക്കും അതുപോലെ കെനിയയിലേക്കും ഒക്കെ ഇത്തരം യാത്രകൾ പതിവുള്ളതാണ്. ഓക്കെ, ഈ ഖത്തറിലേക്ക് എപ്പോഴാണ് ഈ വിവരം എത്തിയത്? ശരിക്കും ഈ ആക്സിഡന്റ് പെട്ടെന്ന് എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ള കൂടുതൽ വിവരം ഈ കെനിയയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? കെനിയയിൽ നിന്ന് പല ദൃക്സാക്ഷികളുമായും നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവര് പറയുന്ന ഒരു വിവരം അനുസരിച്ച് നല്ല മഴയുണ്ടായിരുന്നു. ഈ മഴയിൽ കനത്ത മഴയായിരുന്നു. ഈ മഴയത്ത് വണ്ടി സ്കിപ്പാവുകയും പലതവണ വണ്ടി മറിയുകയും ഈ അപകടത്തിൽ ബസ് പൂർണ്ണമായും അതിന്റെ മേൽഭാഗമൊക്കെ പൂർണ്ണമായും തകർന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചിത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ലഭിച്ചു. ഈ ഒരു പലതവണ ബസ് തലകീഴായി മറിഞ്ഞു, അതിലാണ് ഇത്രയും ഗുരുതരമായ പരിക്ക് പറ്റിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബസിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും നഷ്ടമായിരുന്നു. അതുപോലെ തന്നെ വലിയ ഇറക്കത്തിലുള്ള ഒരു വളവിൽ വെച്ചാണ് ബസ്സിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറയാനിടയായത്. ഓക്കെ, താങ്ക് യു. അൻവർ പാലേരിയാണ് ഖത്തറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കെനിയയിൽ 5 മലയാളികളടക്കം 6 പേർ മരിച്ചു ഈ വാഹനാപകടത്തിൽ. കനത്ത മഴയിൽ ബസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോയതാണ്. നിയന്ത്രണം വിട്ട ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് നിരവധി തവണ മറിഞ്ഞു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു ഉരുളക്കിഴങ്ങ് തോട്ടത്തിലേക്കാണ് ബസ് മറിഞ്ഞു പോയത് എന്നാണ് വിവരം. പരിക്കേറ്റവരെ നാട്ടുകാരും പോലീസും ചേർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പരിക്കേറ്റവർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയാണ്. ചിലരുടെ നില പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. കുത്തനെ ഇറക്കത്തിലുള്ള വളവ് തിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. ഈ ബസ്സിൽ ശരിക്കും 27 പേരുണ്ടായിരുന്നു. ഖത്തറിൽ നിന്ന് പോയവരാണ്. ഖത്തറിൽ നിന്ന് ബലിപ്പെരുന്നാളിൻ്റെ അവധി ആഘോഷിക്കാൻ വേണ്ടി കെനിയയിലേക്ക് പോയ ആളുകളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രി ന്യാഹരൂരുവിലെ ഒരു റിസോർട്ടിൽ തങ്ങാനായിരുന്നു ഒരു പരിപാടി. അത് കഴിഞ്ഞ് ഇന്ന് ഖത്തറിലേക്ക് മടങ്ങി വരാനുള്ള പദ്ധതിയുമായി തയ്യാറാക്കിയിരുന്നു. അതിനിടെയാണ് എല്ലാവരെയും നടുക്കി ഈ ബസ് അപകടം ഉണ്ടായിരിക്കുന്നത്. 6 പേർ മരിച്ചതിൽ 5 പേരും മലയാളികളാണ് എന്നുള്ള വാർത്തയാണ് നമ്മളെ തേടി വന്നിരിക്കുന്നത്. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. കാരണം ഈ അവധിക്കാലം ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോയ ആൾക്കാർക്കാണ് ഈ വലിയ ദുരന്തം നേരിടേണ്ടി വന്നിരിക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള കെനിയ പോലെ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ ചികിത്സാ വൈദഗ്ധ്യം എത്രമാത്രം അവർക്ക് ലഭിക്കും എന്നറിയില്ല. എന്നിരുന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം മറ്റുള്ളവരുടെ ചികിത്സ അവർക്ക് യഥാർത്ഥമായ അല്ലെങ്കിൽ ശരിയായ ചികിത്സ കിട്ടി അവരൊക്കെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. കാര്യം ബന്ധുക്കളെയൊക്കെ തന്നെ ഓർക്കാപ്പുറത്താണ് ഈ വാർത്ത തേടി എത്തിയത് എന്നുള്ളതാണ്. കാരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും മലയാളികൾ യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ യാത്രയുടെ ഭാഗമായിട്ടാണ് അവർ കെനിയയിലേക്ക് പോയതും. ഏതാണ്ട് 27 പേരുണ്ടായിരുന്ന ബസ്സിൽ 6 പേർ മരിക്കുകയും അതിൽ 5 പേർ മലയാളികളാവുകയും ചെയ്തു. മരിച്ച അടുത്തയാളും ഇന്ത്യക്കാരൻ തന്നെയാണ്. കനത്ത മഴ പെയ്യുന്ന സമയത്താണ് ഈ വളവ് തിരിയുന്ന സമയത്ത് ബസ് അഗാധമായ കുഴിയിലേക്ക് പോവുകയും പലതവണ ഈ ബസ് മലക്കം മറിയുകയും ചെയ്തത്.